വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ജേർണലിസം, തേർഡ് സെമ്മിലെ ജേർണലിസത്തിലെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് റേഡിയോ, സാമുവൽ മോസ്, നിക്കോളാസ് ടെസ്ല, ജെ.സി. ബോസ്, ഗുഗ്ലിയലെമോ മാർക്കോണി എന്നിവരെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. റേഡിയോ ജേർണലിസത്തിൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് ഏർലി 20th സെഞ്ച്വറിയിലാണ്. റൈസ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിനോട് കൂടിയാണ് ഈ ഒരു ഹിസ്റ്ററി ആരംഭിക്കുന്നത്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുള്ളത് 1920-ലാണ്. അതുപോലെ തന്നെ റേഡിയോ എന്നുള്ളത് ന്യൂസിനും എൻ്റർടൈൻമെൻറ്റിനുള്ള പോപ്പുലർ മീഡിയം ആവുന്നുള്ളത് 1920-ലാണ്. അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്തുമാണ്. അതുപോലെ തന്നെ ഈ ഒരു റേഡിയോ എന്നുള്ളത് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിസമിനേറ്റിംഗ് വാർ ന്യൂസ് പബ്ലിക്കിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് റേഡിയോനുള്ളത്. അതുപോലെ തന്നെ 1950 ടെലിവിഷൻ്റെ ഉയർച്ചയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോൻ്റെ ഈ ഒരു ഡോമിനൻസ് എന്നുള്ളത് ഡിക്ലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് കണ്ടിന്യൂ ടു ബി എ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ് ഇൻ ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഏർലി ഡെവലപ്മെൻറ്റ് ആൻഡ് ദ ഗോൾഡൻ ഏജ്. 1895-ലാണ് ഗുഗ്ലിയൽമോ മാർക്കോണിൻ്റെ വയർലെസ് ടെലിഗ്രാഫ് ഇൻവെൻഷൻ നടക്കുന്നുള്ളത്. ഈ ഒരു ഇൻവെൻഷൻ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോൻ്റെ ഡെവലപ്മെൻറ്റിലൊരു കീ സ്റ്റെപ്പായിട്ടാണ് മാർക്ക് ചെയ്യുന്നുള്ളത്. ഇനി 1920-ലാണ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എമേർജ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഡെട്രോയിറ്റ് ന്യൂസ് എന്നുള്ളത് ഡെയിലി ന്യൂസായിട്ടും എൻ്റർടൈൻമെൻറ്റ് ബ്രോഡ്കാസ്റ്റ് ആയിട്ടും ആരംഭിക്കുന്നുണ്ട്. 1922 ആകുമ്പോഴത്തേക്കും റെഗുലർ റേഡിയോ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആരംഭിക്കുന്നുണ്ട്. 1920 മുതൽ 1950 വരെയുള്ള പീരീഡിനെയാണ് ഗോൾഡൻ ഏജ് ഓഫ് റേഡിയോ എന്നറിയപ്പെടുന്നത്. വിത്ത് പോപ്പുലർ ഷോസ് ലൈക്ക് ഡ്രാമാസ്, കോമഡീസ് ആൻഡ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ്. ഈ ഒരു പോപ്പുലർ ഷോസൊക്കെ ഈ ഒരു ഏജിലാണ്, ഈ ഒരു പീരീഡിലാണ് ഉണ്ടായിട്ടുള്ളത്. റേഡിയോ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് റേഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഇൻഫോമിങ് ദ പബ്ലിക്കിന് വാറിനെ പറ്റിയിട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റേഡിയോ ഒരു ക്രിട്ടിക്കൽ റോൾ തന്നെയാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാർ എഫേർട്ടിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു റേഡിയോ എന്നുള്ളത്. ഷിഫ്റ്റിംഗ് മീഡിയ ലാൻഡ്സ്കേപ്പ്. 1950 എന്ത് ചെയ്യുന്നുണ്ട്, ടെലിവിഷൻ്റെ ഉയർച്ച കാരണം ഷിഫ്റ്റ് ഇൻ ഓഡിയൻസ് പ്രിഫറൻസ്. ഓഡിയൻസിൻ്റെ ആ ഒരു പ്രിഫറൻസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, റേഡിയോയിൽ നിന്നും ടെലിവിഷനിലേക്കാണ് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുള്ളത്. ബട്ട് റേഡിയോ എന്ത് ചെയ്യുന്നുണ്ട്, റിമൈൻഡ് എ സിഗ്നിഫിക്കൻറ്റ് മീഡിയം. ഇപ്പോഴും സിഗ്നിഫിക്കൻറ്റ് മീഡിയം ആയിട്ട് തന്നെയാണ് റിമൈൻ ചെയ്യുന്നുള്ളത്. പക്ഷേ ആ ഒരു ഓഡിയൻസ് പ്രിഫറൻസ് എന്തായാലും ഷിഫ്റ്റ് ചെയ്യുമല്ലോ, റേഡിയോയിൽ നിന്നും ടെലിവിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമല്ലോ ടെലിവിഷൻ വരുന്നതോടുകൂടി. കണ്ടിന്യൂഡ് റിലവൻസ്. റേഡിയോ കണ്ടിന്യൂ ടു ബി എ വൈറ്റൽ സോഴ്സ് ഓഫ് ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. റേഡിയോ എന്നുള്ളത് ന്യൂസിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടുള്ള വൈറ്റൽ സോഴ്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലർലി ഇൻ ഏരിയാസ് വേർ ഇറ്റ് മേ ബി മോർ ആക്സസിബിൾ ദാൻ അതർ മീഡിയ. മോഡേൺ റേഡിയോ. ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത് ഓഫർ ചെയ്യുന്നുണ്ട് എൻഹാൻസ്ഡ് സൗണ്ട് ക്വാളിറ്റി ആൻഡ് ദ എബിലിറ്റി ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ലൈക്ക് ട്രാഫിക് ആൻഡ് വെതർ. അതുപോലെ തന്നെ വെതറിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള എബിലിറ്റി എന്തിനുണ്ട്, ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിനുണ്ട്. സൗണ്ട് ക്വാളിറ്റിയാണ് എൻഹാൻസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഓൺലൈൻ റേഡിയോ എന്നുള്ളത് പ്ലാറ്റ്ഫോംസ് ലൈക്ക് സ്പോട്ടിഫൈ ഹാവ് എക്സ്പാൻഡഡ് ദ റീച്ച് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. സ്പോട്ടിഫൈ എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ആ ഒരു റീച്ചിലേക്കുള്ള എക്സ്പാൻഡ് സ്പോട്ടിഫൈയിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ ഒരു ഓൺലൈൻ റേഡിയോ കൊണ്ട്, ഈ ഒരു മോഡേൺ റേഡിയോയിൽ ഓൺലൈൻ റേഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ മോഡേൺ റേഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. സാമുവൽ മോസ് അറിയപ്പെടുന്നുള്ളത് ടെലിഗ്രാഫ് അതുപോലെ തന്നെ മോഴ്സ് കോഡൊക്കെ ഇൻവെൻഷൻ ചെയ്തതോടു കൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. വിച്ച് റെവല്യൂഷനൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹം ട്രഡീഷണൽ ജേർണലിസത്തിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻ എന്നുള്ളത് ആ ഒരു ഫീൽഡിൽ ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റർ അതുപോലെ തന്നെ മോർ എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷനൊക്കെ ന്യൂസിലും ഇൻഫർമേഷനിലും എനേബിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻവെൻഷനോട് കൂടി. ഇമ്പാക്റ്റ് ഓൺ ജേർണലിസം. ഫാസ്റ്റർ ന്യൂസ് ഡിസമിനേഷൻ മീൻസ് വ്യാപിക്കൽ.
ടെലിഗ്രാഫ് അലോ ചെയ്യുന്നുണ്ട് ഫോർ ദ റാപ്പിഡ് ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ് അക്രോസ് ഡിസ്റ്റൻസിലുള്ള ആ ഒരു ന്യൂസൊക്കെ പെട്ടെന്ന് ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ടെലിഗ്രാഫിലൂടെ. സിഗ്നിഫിക്കൻ്റ്ലി സ്പീഡിങ് അപ്പ് ദ പ്രോസസ് ഓഫ് ന്യൂസ് ഗാദറിങ് ആൻഡ് ഡിസമിനേഷൻ. ഇനി വയർ സർവീസസിൻ്റെ എമർജൻസി, the telegraph enabled the creation of wire services like the Associated Press, which pooled resources to report news from around the world. Newsworthiness and language, telegraph's cost per word and limited bandwidth influence the way news was written, leading to shorter, more concise language as seen in the Gettysburg Address, which was influenced by the need for telegraph-friendly language. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസ്. ടെലിഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്? മെയ്ഡ് ഇറ്റ് ഈസിയർ ടു റിപ്പോർട്ട് ഓൺ ഇവൻറ്റ്സ് ഹാപ്പനിങ് ഫാർ ഫ്രം ദ ന്യൂസ് റൂം. ഫോസ്റ്റർ ചെയ്യുന്നുണ്ട് എ സെൻസ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇൻ്റർ കണക്റ്റഡ്നെസ്. എന്ത് ചെയ്യുന്നുണ്ട്? നാഷണൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കണക്റ്റഡ്നെസ് ടെലിഗ്രാഫിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ഓൺ അതർ മീഡിയ. ടെലിഗ്രാഫ്സ് ഇമ്പാക്റ്റ് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ബിയോണ്ട് ജേർണലിസം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അതർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ലൈക്ക് ദ ടെലിഫോൺ ആൻഡ് ദ ഇൻ്റർനെറ്റ്, ഓൾ ഓഫ് വിച്ച് ഫേർദർ expanded the reach and speed of information. Morse role beyond journalism. Invention and promotion. Morse was not just an inventor but also a passionate promoter of his telegraph system. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെലിഗ്രാഫ് സിസ്റ്റത്തിൽ അദ്ദേഹം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊമോട്ടർ കൂടിയാണ്, ഇൻവെൻറ്റർ മാത്രമല്ല. ആക്റ്റീവ്ലി സീക്കിംഗ് ഫണ്ടിങ് ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ഇറ്റ്സ് കാപ്പബിലിറ്റീസ്. ഏർലി അപ്ലിക്കേഷൻസ്. ടെലിഗ്രാഫ്സ് എന്നുള്ളത് ഇനീഷ്യലി യൂസ് ചെയ്യുന്നത് ഫോർ ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഷോക്കേസിങ് ഇറ്റ്സ് ബ്രോഡ് ആപ്ലിക്കബിലിറ്റി. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. ടെലിഗ്രാഫ് എന്നുള്ളത് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ഇമ്പാക്റ്റ്. എക്കണോമിക്കൽ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെലിഗ്രാഫ് ഒരു ഇമ്പാക്റ്റ് വരുത്തിയിട്ടുണ്ട്. സ്ട്രീം ലൈനിങ് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷണൽ മാർക്കറ്റ് എക്കണോമി. നാഷണൽ മാർക്കറ്റ് എക്കണോമി ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുരോഗമനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെലിഗ്രാഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിക്കോള ടെസ്ലാസ് റിലേഷൻഷിപ്പ് വിത്ത് ജേർണലിസം എന്നുള്ളത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വൈൽ ഹി വാസ് ഓഫ്റ്റൻ എ സബ്ജക്റ്റ് ഓഫ് മീഡിയ അറ്റൻഷൻ, ഹി ഓൾസോ ഹാഡ് എ റെപ്യൂട്ടേഷൻ ഫോർ ബീയിങ് eccentric and sometimes prone to sensational claims, which sometimes led to both positive and negative coverage. He also wrote extensively for magazines and journals, sharing his scientific ideas and inventions. He was a subject of journalism, public persona. Tesla was not as adept at public relations as his rival Thomas Edison. He focused more on research and innovation than ഓൺ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ചിലും ഇന്നോവേഷനിലുമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഓൾത്തോ ഹി വാസ് ഓഫ്റ്റൻ ചാമിങ് ആൻഡ് വെൽ സ്പോക്കൺ വെൻ ഇൻ്റർവ്യൂഡ്. സെൻസേഷണൽ ക്ലെയിംസ്. ടെസ്ലാസ് ഫ്യൂച്ചറിസ്റ്റിക് തിയറീസ് ആൻഡ് ബോൾഡ് പ്രൊനൗൺസ്മെൻറ്റ്സ് about inventions like a death ray and communication with other planets often made headlines. While some reports were taken seriously, others met with skepticism, leading to mixed reactions from the public and media. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് തിയറീസും അതുപോലെ തന്നെ ബോൾഡ് പ്രൊനൗൺസ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? ഇൻവെൻഷൻസിനെ പറ്റിയിട്ടാണ്. അത് ആ ഒരു ഇൻവെൻഷൻസിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് തിയറീസും ബോൾഡ് പ്രൊനൗൺസ്മെൻറ്റ്സും ഒക്കെ ഉള്ളത് ലൈക്ക് എ ഡെത്ത് റേ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ പ്ലാനറ്റ്സ് ഓഫ്റ്റൻ മെയ്ഡ് ഹെഡ്ലൈൻസ്. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ്ലൈൻസാണ് മെയ്ഡ് ചെയ്യുന്നുള്ളത്. Sir J.C. Bose was a pioneer in physics and plant physiology, not a journalist. While he is known for his work in radio waves, അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റേഡിയോ വൈവ്സിലുള്ള വർക്ക് കാരണവും അതുപോലെ തന്നെ പ്ലാന്റ് റെസ്പോൺസസ് കാരണവും അതുപോലെ തന്നെ സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻവെൻറ്റ് ചെയ്തത് കാരണമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നുള്ളത്. J.C. ബോസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ he was a prominent Indian scientist who made significant contributions to various field. അദ്ദേഹം എന്നുള്ളത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വാരിയസ് ഫീൽഡിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. അതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ഫിസിക്സ്, ബോട്ടണി ആൻഡ് ബയോളജി. ഹി ഈസ് പെർട്ടിക്കുലർലി നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ റേഡിയോ വേവ്സ്, പ്ലാന്റ് റെസ്പോൺസസ് ടു സ്റ്റിമുലി ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്.
അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ടു സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, നോട്ട് ജേർണലിസം. ബോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ദ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു അഡ്വാൻസ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺ സയൻറ്റിഫിക് ഡിസിപ്ലിൻസ്, നോട്ട് ഓൺ ജേർണലിസ്റ്റിക് ആക്ടിവിറ്റീസ്. നോട്ട് എ ജേർണലിസ്റ്റ്. While Bose's work had a global impact, he was not involved in journalism. അദ്ദേഹം ജേർണലിസത്തിൽ ഒരിക്കലും ഇൻവോൾവ്ഡ് അല്ല. മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷനിലും ഇൻവോൾവ്ഡ് അല്ല. ഹിസ് പ്രൈമറി ഫോക്കസ് വാസ് ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് സയൻറ്റിഫിക് നോളജ്. അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഫോക്കസ് എന്തിലാണ്? സയൻറ്റിഫിക് റിസർച്ചിലാണ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് നോളജിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ എന്നുള്ളത്. Guglielmo Marconi's inventions and work were foundational for radio journalism. His pioneering work in wireless telegraphy, particularly his successful transmission of signals across the Atlantic, paved the way for the development of radio broadcasting and ultimately radio journalism. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ഫോക്കസ് എന്നുള്ളത് ഓൺ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. ഹിസ് ടെക്നോളജി എനേബിൾ ചെയ്യുന്നുണ്ട് ദ റാപ്പിഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ഓവർ ലോങ് ഡിസ്റ്റൻസസ്, റെവല്യൂഷനൈസിങ് ഹൗ ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ വർ കമ്മ്യൂണിക്കേറ്റഡ്. ഏർലി വയർലെസ് ടെലിഗ്രാഫി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻ ഓഫ് ദ വയർലെസ് ടെലിഗ്രാഫ് എന്നുള്ളത് വിച്ച് സെൻഡ് മെസ്സേജസ് ത്രോ ദ എയർ ഇൻസ്റ്റെഡ് ഓഫ് വയേഴ്സ്. വയേഴ്സിന് പകരം എയറിലൂടെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുള്ളത്. വാസ് എ മേജർ ബ്രേക്ക് ത്രോ. ഹി ഡെമോൺസ്ട്രേറ്റഡ് ദ ടെക്നോളജീസ് എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ഇൻക്ലൂഡിങ് അക്രോസ് ദ ഇംഗ്ലീഷ് ചാനൽ ആൻഡ് ഇവഞ്ച്വലി ദ അറ്റ്ലാന്റിക്. അതുപോലെ തന്നെ റേഡിയോ ജേർണലിസത്തിലുള്ള ഫൗണ്ടേഷണൽ എന്നുള്ളത് മാർക്കോണീസ് വർക്ക് ലീഡ് ചെയ്യുന്നുണ്ട് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് വിച്ച് വുഡ് ലേറ്റർ ബിക്കം എ ക്രൂഷ്യൽ മീഡിയം ഫോർ ജേർണലിസം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് എന്നുള്ളത് എന്താണ്? ജേർണലിസത്തിൽ ഒരു ക്രൂഷ്യൽ മീഡിയ ആയിട്ടാണ് പിന്നീട് മാറുന്നുള്ളത്. ദ എബിലിറ്റി ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ് എന്നുള്ളത് വയർലെസ്ലി ഓപ്പൺഡ് അപ്പ് പോസിബിലിറ്റീസ് ഫോർ റിയൽ ടൈം ന്യൂസ് റിപ്പോർട്ടിംഗ് ഫ്രം എനിവേർ ഇൻ ദ വേൾഡ്. വേൾഡിൽ എവിടെയാണെങ്കിലും ന്യൂസ് റിപ്പോർട്ട്, റിയൽ ടൈം ന്യൂസ് റിപ്പോർട്ട് പോസിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ് വയർലെസ്ലി എന്ത് ചെയ്യുന്നുണ്ട്? അതിന് സാധിക്കുന്നുണ്ട്. വയർലെസ്ലി മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ആ ഒരു കഴിവ് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലോകത്തിൽ എവിടെ ഇരുന്നിട്ടും ന്യൂസ് റിപ്പോർട്ടിംഗ്, റിയൽ ടൈം ന്യൂസ് റിപ്പോർട്ടിങ്ങിന് ചാൻസസ് ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താണ്? ഈ ഒരു വയർലെസ്ലി മെസ്സേജ് സെൻഡ് ആൻഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി കാരണമായിട്ട്. ഇനി നെക്സ്റ്റ് റിയൽ ടൈം ന്യൂസ് റിപ്പോർട്ടിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ മാർക്കോണീസ് ടെക്നോളജി എനേബിൾ ചെയ്യുന്നുണ്ട് ഷിപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ഷോർ സ്റ്റേഷൻസ്. ഷോർ സ്റ്റേഷൻസിലൂടെ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജി എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ റാപ്പിഡ് ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ് ഫ്രം സീ ടു ലാൻഡ്. കടലിൽ നിന്നും ലാൻഡിലേക്ക് റാപ്പിഡ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജി അലോ ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ ലൈബ്രറി ഓഫ് കോൺഗ്രസ്. ഇനി ഇമ്പാക്റ്റ് ഓൺ ബ്രോഡ്കാസ്റ്റിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ മാർക്കോണീസ് ഇൻവെൻഷൻസ് ആൻഡ് പാറ്റേൺസ്, പെർട്ടിക്കുലർലി ഹിസ് വർക്ക് ഓൺ ട്യൂൺഡ് റേഡിയോ, വർ ക്രൂഷ്യൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻസും പാറ്റേൺസും കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ഓൺ ടൂൺഡ് റേഡിയോ എന്ത് ചെയ്യുന്നുണ്ട്? ടൂൺഡ് റേഡിയോ ഇതൊക്കെ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു ക്രൂഷ്യൽ റോളാണ് ഈ ഒരു ഇൻവെൻഷൻസിനൊക്കെ ഉള്ളത്. മേക്കിംഗ് ഇറ്റ് പോസിബിൾ ഫോർ മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് ടു ബ്രോഡ്കാസ്റ്റ് ഓൺ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ഇനി ഇദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് എടുത്തു നോക്കുകയാണെങ്കിൽ മാർക്കോണീൻ്റെ വയർലെസ് ടെലിഗ്രാഫിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കാരണമായിട്ട് അദ്ദേഹത്തിന് 1909 ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്. നോബൽ പ്രൈസ് വെബ്സൈറ്റ് പ്രകാരമാണ് അദ്ദേഹത്തിന് 1909 ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിക്കുന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു വയർലെസ് ടെലിഗ്രാഫി കോൺട്രിബ്യൂഷൻ കാരണം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻ കാരണമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു നോബൽ പ്രൈസ് ലഭിക്കുന്നുള്ളത്. ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ബ്രോഡ്കാസ്റ്റ്, മൾട്ടിപ്പിൾ സ്റ്റേഷൻസിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് കാരണമായിട്ട് പോസിബിളാണ് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കോണീൻ്റെ ഈ ഒരു ഇൻവെൻഷൻസ് ഇമ്പാക്റ്റ് വരുത്തുന്നുണ്ട് എന്നതാണ്
പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.